ഞാൻ പറയുന്ന പോലെ എന്റെ കല്യാണം നടത്താൻ പറ്റുവാണെങ്കിൽ മതി എനിക്ക് കല്യാണം. അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. അത്ര തന്നെ. എന്റെ ഇടി ഒന്ന് പതുക്കെ പറ. അച്ഛൻ കേക്കും. കേക്കട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടാല്. അപ്പുറത്തെ വിജയയുടെ കല്യാണത്തിനെ കഴിഞ്ഞ മാസം നിങ്ങൾ എല്ലാരും കൂടി പോയതല്ലേ? എന്തു നല്ല കല്യാണമായിരുന്നു. 1500 പേരുടെ പരിപാടിയായിരുന്നു. എന്തൊരു സൂപ്പർ കാറ്ററിംഗ്, മണ്ഡപം, നല്ല AC ഓഡിറ്റോറിയം. കണ്ടാൽ തന്നെ അങ്ങോട്ട് കൊതിയാവും. നിങ്ങൾ പോയി കണ്ടതല്ലേ? അത്രയും കാശൊന്നും അച്ഛൻ്റെ അടുത്തില്ല മോളെ. കാശ് അച്ഛൻ ഉണ്ടാക്കണം. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? എവിടെ നിന്നുണ്ടാക്കണം എന്നാ നീ പറയുന്നത്? അച്ഛൻ പണിക്ക് പോകാനായിട്ട് എത്ര നാളായെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാ കഴിഞ്ഞു പോകുന്നതെന്ന് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. അച്ഛന് വയ്യാണ്ടായിട്ട് ഇപ്പൊ ഒരു 2 വർഷമല്ലേ ആയുള്ളൂ. അച്ഛൻ അറിയായിരുന്നല്ലോ മകളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന്. എന്റെ പൊന്നു കൊച്ചെ, നീ പറയുന്ന പോലെ നിന്റെ കല്യാണം അത്രയും ആർഭാടമായിട്ട് നടത്തണമെങ്കിൽ സ്വർണത്തിന്റെ ഇത് കൂടാതെ വീണ്ടും 5-6 ലക്ഷം രൂപ ഞങ്ങൾ വീണ്ടും വേറെ ഉണ്ടാക്കണം ഇനി. അത് എവിടെ എടുത്ത് ഉണ്ടാക്കുമെന്ന് കൊച്ചു പറ. നിനക്ക് ഇത്രയും പ്രായമായതല്ലേ, നിനക്ക് അറിയത്തില്ല ഞങ്ങളുടെ അവസ്ഥ. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു മാറ്റവും ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ കല്യാണം നടക്കണം. 25 പവന്റെ സ്വർണ്ണം മാത്രമല്ലേ മേടിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പുറത്തെ ബിജിനയ്ക്ക് 51 പവൻ തികച്ചുണ്ടായിരുന്നു. അതും എല്ലാം പുതിയ ഫാഷനിലുള്ളത്. കണ്ടു കഴിഞ്ഞാൽ അങ്ങ് കൊതിയാവും. അച്ഛന് നല്ല വിഷമമായിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. കല്യാണം ആകെ ജീവിതത്തിൽ ഒരു തവണയല്ലേ ഉണ്ടാവുള്ളൂ. അതിപ്പോ എനിക്ക് എന്റെ ആഗ്രഹം പോലെ നടത്തണമെന്ന് പറഞ്ഞാൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാ. ആ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്ന ഞാനീ വിചാരിക്കുന്നത്. ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു മകള്. ഞാനൊന്നും പറയുന്നില്ല. ചേട്ടനാണെങ്കിലും മനസ്സിന് ഭയങ്കര വിഷമോ എന്റെ ഉഷേ. ഒന്നും പറയണ്ട. ആ മനുഷ്യന്റെ കാര്യം, പണിക്ക് പോകാൻ പറ്റാത്തതിന്റെ വിഷമം നല്ലോണം ഉണ്ട്. അതിന്റെ കൂടെ ആ പെണ്ണിന്റെ വായിന്ന് വരുന്ന വർത്താനം കേട്ടോണ്ടല്ലോ, സഹിക്കാൻ പറ്റിയല്ല. അപ്പുറത്തെ ജാനുവിന്റെ മോളുടെ കല്യാണം നടത്തിയതുപോലെ ഇവളുടെ കല്യാണം നടത്തണം എന്നാണ് ഇവളീ പറയുന്നത്. ആര്? നമ്മുടെ വിജനയുടെ കല്യാണം നടത്തിയ പോലെ നടത്താനോ? ആ വിജനയുടെ. പുകിലേ. അതുപോലെ നിങ്ങൾ കല്യാണം നടത്താൻ പോയ വീട് സ്ഥലവും വിൽക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും പെങ്കൊച്ചിനെ ഒന്ന് കെട്ടിച്ചു വിടാൻ നിങ്ങൾ നോക്കുമ്പോ പെണ്ണെന്നാ കിടന്ന് കളിക്കുന്നല്ലേ. ചെറുപ്പം മുതൽ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരായിരുന്നല്ലോ. ഒരുമിച്ചായിരുന്നല്ലോ സ്കൂളിൽ പോക്കും വരവും ഒക്കെ. അപ്പൊ കൂട്ടുകാരത്തിയുടെ കല്യാണം നടത്തിയ പോലെ തന്നെ ഇപ്പൊ ഇവക്കും കല്യാണം നടത്തണം. അല്ലെങ്കിൽ ഇപ്പത്തെ പിള്ളേരിൽ അധികം പിള്ളേർക്കും ഉണ്ടല്ലോ കാരണവന്മാരുടെ കഷ്ടപ്പാടിനെ കുറിച്ചോ അവരുടെ വിഷമത്തെ കുറിച്ചോ യാതൊരുവിധ ചിന്തയും ഇല്ല. സ്വന്തം ആവശ്യങ്ങൾ നടക്കണം, അത് മാത്രമേ ഉള്ളൂ. ഈ പൈസ എങ്ങനെ ഉണ്ടാകുന്നു, ഇത് എങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതെന്ന് യാതൊരുവിധ ചിന്തയും ഇല്ല പിള്ളേർക്ക്. ആരോട് പറയാൻ വേണ്ടിട്ടാ? നിങ്ങൾ കടമ തീർക്കാൻ വേണ്ടിട്ട് എന്നെ കെട്ടിച്ചങ്ങ് വിടുവല്ലേ, എന്റെ ഇഷ്ടത്തിന് കല്യാണം നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബഹളം. എന്താ ചെയ്യണ്ടേന്നാ ഞാൻ ഓർക്കുന്നത്. എന്ത് ചെയ്യാനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ ഇഷ്ടത്തിന് തുള്ളാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിടപ്പാടം വിറ്റ് തൊലച്ച് തെരുവിൽ നിൽക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പോട്ടെ. ഞാനേ ഈ കിങ്ങിണിമോളുടെ കൊടയൊക്കെ എടുത്തുകൊണ്ട് വന്നതാ മഴ പെയ്യുന്നു വിചാരിച്ച്. മഴക്കാലമാണെന്നോ മഴ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നേ. മഴ ഉണ്ടോ? പെയ്യുന്നു. പോട്ടെ. 2 മാസം ഉള്ളു ഇനി കല്യാണത്തിന്. ഓർക്കുമ്പോ തന്നെ ടെൻഷനാ. ഓരോ കാര്യത്തിന് വേണ്ടി ഓടി നടക്കേണ്ട കാര്യം ഓർത്തിട്ടെ. ചേട്ടൻ ഒന്നാമത് വയ്യാത്തതല്ലേ. ഇതിപ്പോ എല്ലായിടത്തും ഓടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സ്വർണ്ണ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ചെറുപ്പം മുതലേ മേടിച്ചു വെച്ചത് കൊണ്ടുണ്ട്. എന്നാലും ഒന്ന് മാറ്റണം. പണിക്കൂലി എന്തായാലും ആവും. ആ ആ ആ പിന്നെ ഡ്രസ്സ് എടുക്കലും എല്ലാം കൂടി ആവുമ്പത്തേക്കും നല്ലൊരു പൈസയാകും. ശരി ശരി. ആരാ വിളിച്ചേ? ലതാന്റിയാ. കല്യാണം വിളിക്കാൻ തുടങ്ങിയോന്ന് ചോദിച്ചു വിളിച്ചതാ. ഞാൻ പറഞ്ഞ കല്യാണം വിളിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 2 മാസം ഉണ്ടല്ലോ. എന്റെ ഫ്രണ്ട്സ് എന്തായാലും ഒരു 50 പേരുണ്ടാവേ. 50 പേര് ഉറപ്പായിട്ടും ഉണ്ടാവും. 50 പേരോ? ഇതന്നെ നീ ഒരു പഞ്ചായത്ത് മുഴുവനും വിളിക്കുന്നുണ്ടോ? അല്ല, ഇതിന് മാത്രം ഫ്രണ്ട്സ് നിനക്ക് ഇവിടുന്ന? എന്തൊരു കഷ്ടം ഇത്. പിന്നെ എന്റെ കല്യാണത്തിന് എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ വിളിക്കണ്ടേ? ഈ 50 പേരെ ഒഴിവാക്കാൻ പറ്റാത്ത ഫ്രണ്ട്സ് തന്നെയാ. നീ ഞങ്ങളെ കൊല്ലുകൂടി. ഒരു കാര്യം ചെയ്യേ, ചെറുക്കന്റെ വീട്ടിൽ വിളിച്ചു പറ, ഞങ്ങൾക്ക് ഈ കല്യാണം നടത്താനുള്ള കഴിവില്ല, അതുകൊണ്ട് ഞങ്ങൾ കല്യാണത്തിന് ഒഴിവാകുമെന്ന് വിളിച്ചങ്ങ് പറയും. അപ്പൊ എന്തായാലും കല്യാണം നടക്കൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെലവും ഇല്ലല്ലോ. അതാ നല്ലത്. ഇങ്ങനെ ധർമ്മ കല്യാണം നടത്തുന്നതിൽ നല്ലതേ അത് തന്നെയാ. 25 പവൻ തന്നിട്ട് കെട്ടിക്കുന്നതിനാണോ നീ ധർമ്മ കല്യാണം എന്ന് വിളിക്കുന്ന അസത്തെ? 25 പവൻ വലിയ കാര്യമായി പോയി. 25 പവൻ. 25 പവന്റെ വില നീ ഇന്നത്തെ പവനുള്ള വില വെച്ച് നീ ഒന്ന് കൂട്ടി നോക്കിക്കേ എത്ര രൂപയായിന്ന്. ഇതൊന്നും പാരമ്പര്യമായിട്ട് കിട്ടിയതൊന്നുമല്ല. ആയ കാലത്ത് ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സ്വരുക്കൂട്ടി ഉണ്ടാക്കി വെച്ചതാണ്. മനസ്സിലായോ? ചെറിയ വീടാണെങ്കിലും വീടും ഭൂമിയും പോലും പണിയെടുത്ത് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. അല്ലാണ്ട് കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതൊന്നും അല്ല. ഇവിടെ ഇരിപ്പില്ല ഇവിടെ. തുടങ്ങി. ഞാൻ ഒന്നും പറയുന്നില്ല.
എന്റെ പൊന്നു ദൈവമേ, ഈ കൊച്ച് എന്നാണോ ഞങ്ങളുടെ അവസ്ഥ വിഷമം ഒന്നും മനസ്സിലാക്കുന്നത്? എന്റെ ദൈവമേ, ഉഫ്, എനിക്ക് വയ്യ. അപ്പനെ കൊന്നെടുക്കും മകള്. സുഖാണോ മോളെ വിജിനെ? ആ, സുഖായിട്ടിരിക്കുന്ന ആന്റി. മോൾ ഒറ്റയ്ക്കാണോ വന്നേ? മോൻ വന്നില്ലേ? ആ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാ വന്നത്. ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങോട്ടൊന്ന് ഓടി വരാന്ന് വിചാരിച്ചു. അവളുടെ കല്യാണമൊക്കെ ആയില്ലേ, അപ്പൊ അവളെ ഒന്ന് കാണാന്ന് വിചാരിച്ചു ഓടി വന്നതാ. ആ, അവളുടെ കല്യാണമായി മോളെ. ഞങ്ങൾ അങ്ങോട്ട് വന്ന് വിളിക്കാം കേട്ടോ. നിങ്ങൾ അത്ര നല്ല കൂട്ടുകാരല്ലേ ചെറുപ്പം മുതലേ. അതുകൊണ്ട് മോളെ അവിടെ വന്ന് വിളിക്കണമെന്നാ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. അയ്യോ, വീട്ടിലൊന്നും വന്ന് വിളിക്കൊന്നും വേണ്ട. ഫോണിൽ പറഞ്ഞാലും ഞാൻ എന്തായാലും വരും. അവളുടെ കല്യാണമല്ലേ, എനിക്ക് വരാതിരിക്കാൻ പറ്റും? ഞാൻ തലേ ദിവസേ വരും. അത്രയും ദൂരം വരണ്ടേ? ഫോണിൽ പറഞ്ഞാൽ മതി. പിന്നെ എങ്ങനെയുണ്ട്? കെട്ടിച്ചു വിട്ട വീട്ടില് സുഖമാണോ? എല്ലാവർക്കും നല്ല സ്നേഹമൊക്കെയാണോ? മോൻ എങ്ങനെയുണ്ട്? ആ, നല്ല ആൾക്കാരല്ലേ, നല്ല സ്നേഹമുള്ള ആൾക്കാരാ. അമ്മയായാലും അച്ഛനായാലും കുഴപ്പമൊന്നുമില്ല. ചേട്ടനായാലും നല്ല സ്വഭാവം, എല്ലാവരും നല്ല സ്നേഹ. പിന്നെ നമ്മൾ അങ്ങനെ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ. അത് മോള് പറഞ്ഞത് നേരാ. അവളിപ്പോ വരും കേട്ടോ. മോളിരിക്കും, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട. അമ്മ അവിടെ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചില്ലെങ്കിൽ ദേഷ്യമായിരിക്കും. അതൊന്നും ഒന്നും വേണ്ട. എന്താടി, കല്യാണമായിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാത്തെ? എനിക്ക് കല്യാണം കഴിക്കണേ, എനിക്ക് കല്യാണം കഴിക്കണേ എന്ന് പറഞ്ഞു നടന്നിട്ട് ഇപ്പൊ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുന്ന പോലെ ഉണ്ടല്ലോ മോൻ കണ്ടിട്ട്. ഓ, എന്ത് കല്യാണം ആടി? ഒരു ദാരിദ്ര്യം പിടിച്ച കല്യാണം എന്റെ കല്യാണം. എന്റെ ഇഷ്ടം പോലെ ഒന്നുമല്ല. സ്വർണമൊക്കെ എടുത്തോ? ആ, 25 പവന്റെ സ്വർണ്ണമുണ്ട്. അത് കുഞ്ഞുനാൾ മുതലൊക്കെ വാങ്ങിച്ചു വെച്ചതാ. 25 പവന്റെ സ്വർണ്ണോ? ദൈവമേ, നിന്റെ അച്ഛൻ കൂലിപ്പണി എടുത്ത് അത്രയും സ്വർണം ഉണ്ടാക്കിയോ? എന്തിനാടി ഇങ്ങനെ പാവം മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്നേ? ആരായി പറയുന്നേ? 51 പവൻ തികച്ചില്ലായിരുന്നോ നിന്റെ കല്യാണത്തിന്? അത് മാത്രമാണോ? എന്തൊരു ആർഭാടമായിരുന്നു. ഹോ, അതെ മോളെ, ഇങ്ങോട്ട് നോക്കിക്കേ. എന്റെ കല്യാണത്തിനുള്ള സ്വർണം പണമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച് ജോലിയാക്കി. ഇനിയിപ്പോ എന്റെ കല്യാണം കൂടെ നടത്തി തരാൻ ഞാൻ എന്റെ അച്ഛനോട് പറയണോ? അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണോ ഞാന്? എന്റെ കല്യാണത്തിന്റെ സദ്യ, പന്തല്, ഓഡിറ്റോറിയം, സ്വർണം, ഡ്രസ്സ് ഇതെല്ലാം ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. പിന്നെ കുറച്ച് ലോൺ ഉണ്ട്, അത് ഞാൻ തന്നെ അടച്ചു തീർക്കുകയും ചെയ്യും. അത് പിന്നെ നിനക്ക് ജോലിയില്ലേ? ഒറ്റ അടിയങ്ങ് വെച്ചാണല്ലോ. നിന്നെ മര്യാദയ്ക്ക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിട്ടതല്ലേടി ആ മനുഷ്യൻ? എന്നിട്ട് അവള് പഠിക്കുകയില്ല, ഉള്ള സപ്ലിയും മേടിച്ചു കൂട്ടി. പിന്നെ ജയിക്കാതെ അവള് വീട്ടിൽ കുത്തിയിരുന്നു. എന്നിട്ട് അവള് പറയുന്നത് കണ്ടോ? അയ്യേ, അയ്യേ, നാണം ഇല്ലല്ലോ. സ്വന്തം കല്യാണം ആർഭാടമാക്കണം എന്ന് പറഞ്ഞ് വീട്ടുകാരോട് വാശി പിടിക്കാൻ വേണ്ടിട്ട്. അത്രയ്ക്ക് ആർഭാടമാക്കണമെങ്കിലേ നീ അധ്വാനിച്ച് കാശുണ്ടാക്ക്, എന്നിട്ട് നീ ആർഭാടം ഉണ്ടാക്ക്. ഈ 25 പവൻ എന്റെ അച്ഛൻ ഉണ്ടാക്കി തന്നതേ ഒരു ഔദാര്യമായിട്ട് നീ കണ്ടാ മതി. എത്ര പൈസ നീ ആ മനുഷ്യന്റെ വെറുതെ തൊലച്ചു കളഞ്ഞത്? ഹോസ്റ്റലിൽ പോയിട്ട് ആർഭാടം കളിച്ച് പണക്കാര് പിള്ളേര് കാണിക്കുന്ന പോലെ ജീവിച്ച് എന്തോരം പൈസ കളഞ്ഞു. എന്നിട്ട് നിന്നെ അവിടെ കയറ്റിയല്ലോ നിന്റെ അച്ഛൻ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നിന്നെ തല്ലിക്കൊന്നേനെ. നാണമില്ലാത്തവള്. ശോ, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ലടി. നീ ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ എന്റെ അച്ഛനും അമ്മയും എന്നോട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ നാണം വന്നേനെ. പക്ഷെ അവരിങ്ങനെയൊന്നും എന്നോട് പറഞ്ഞതേ ഇല്ല. പാവം. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിനക്ക് ജോലി ഇല്ലാത്തതേ നിന്റെ കയ്യിലെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്. നിന്നെ പഠിക്കാൻ വിട്ടു, നീ പഠിച്ചില്ല. അതുകൊണ്ടിട്ട് അവർക്ക് പറ്റുന്ന പോലെ നിന്റെ കല്യാണം നടത്തി തരും. നീ വെറുതെ വാശി പിടിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായടി. നീ പറയുമ്പോഴെനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വയസ്സാം കാലത്ത് അച്ഛനെ അമ്മേനെ സംരക്ഷിക്കണമെങ്കിലേ നമ്മുടെ കയ്യിൽ ഒരു വരുമാനം വേണം. നമ്മൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഭർത്താവിന്റെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും. എന്റെ അച്ഛന് മരുന്ന് മേടിക്കണം, ഇച്ചിരി പൈസ തരുമോ? എന്റെ അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം, പൈസ തരുമോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ജോലി വേണം. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും നീ പഠിച്ച് നേടാൻ നോക്ക്. അത് PSC പഠിച്ചിട്ടായാലും എങ്ങനെയായാലും കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. എങ്ങനെയെങ്കിലും പഠിക്കണം, പഠിച്ചൊരു ജോലി വാങ്ങണമെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അമ്മേ, സോറി അമ്മേ. ഞാൻ നിങ്ങളുടെ കഷ്ടപ്പാടും വിഷമവും ഒന്നും മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നടത്തിയാൽ മതി കല്യാണം. ഇനിയിപ്പോ അമ്മ അച്ഛനും മാത്രം ഉള്ളെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. വിജന പറഞ്ഞപ്പോഴാ എനിക്കെല്ലാം മനസ്സിലായത്. അവളുടെ കല്യാണം അവൾ ഒറ്റയ്ക്കാ നടത്തിയത്, അല്ലാണ്ട് അവളുടെ അച്ഛനും അമ്മേനെയും കഷ്ടപ്പെടുത്തിയിട്ടല്ല. ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. അമ്മ എന്നെ നേരത്തെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ. എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ടമ്മേ. അത് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. നിങ്ങളുടെ ആവശ്യത്തിന് ഇരിക്കട്ടെ അത്. മോക്ക് എന്തായാലും അച്ഛന്റെ അമ്മയുടെയും വിഷമവും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലായല്ലോ, അത് മതി. പിന്നെ സ്വർണ്ണമൊന്നും വേണ്ടാന്ന് മോള് പറയണ്ട. അത് കഷ്ടപ്പെട്ടിട്ട് മോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ. മോളിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചു വെച്ചതാ. ഞങ്ങൾക്ക് കൊടുക്കാൻ പിന്നെ വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് അതൊക്കെ ഇട്ട് വേണം മോള് കല്യാണത്തിന് ഒരുങ്ങി നിൽക്കാൻ, കേട്ടോ?